സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു അപകടമായിട്ട് അല്ലെങ്കിൽ ആപത്ത് തന്നെയാണ് ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഓരോരുത്തരും, നമുക്കറിയാം വിദ്യാർത്ഥികൾക്കിടയിലാണ് ഇന്ന് ലഹരിയുടെ അമിതമായ ഉപയോഗം വർദ്ധിച്ചു വരുന്നത്. നമുക്ക് അറിഞ്ഞും അറിയാതെയും നമ്മുടെ സമൂഹം അതിലേക്ക് എന്ത് ചെയ്യുന്നു? നിങ്ങളെ വഴിതെറ്റിക്കുകയാണ് അല്ലെ? പ്രതിജ്ഞ പറയാനായിട്ട് ജയതീശ്വരെ ക്ഷണിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. വിമുക്തി ക്ലബിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കുക എന്ന പരമമായ ലക്ഷ്യം തന്നെയാണ്. അതായത് സമൂഹത്തിലെ ഓരോരുത്തരെയും ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയും ലഹരിക്കെതിരായ അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന വിമുക്തിയുടെ പ്രധാന ആശയമാകുക. വിമുക്തി പ്രാപിക്കുക എന്നതൊക്കെ തന്നെയാണ്. ക്ഷീണമെന്ന് അയാൾ മണൽക്കോരിയിൽ തന്നെ മരിച്ചു വീഴും. അപ്പുറത്തെ ചാടി എഴുതിയിട്ട് പിന്നെ പാറകളിൽ പോയിരിക്കും ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ. അതുപോലെ തന്നെയാണ് ലഹരി. ഈ ലഹരിയുടെ പിടിയിൽ ആരെങ്കിലും പെട്ടുകഴിഞ്ഞാൽ അവരുടെ ജീവിതം അവസാനിക്കാതെ ലഹരിയിൽ നിന്ന് അവർക്ക് ഒരിക്കലും വിമോചനപ്പെടാനായിട്ട് കഴിയില്ല. പഠിച്ചിട്ട് വിടുമ്പോൾ പുകയൊക്കെ വരും, നല്ല രസമാണ്. നിങ്ങൾ വീട്ടിൽ പോയി ചെയ്ത് നോക്കുക, ആ ഒരു രസം. ഓക്കെ, പിന്നെ 10 രൂപയാണ്, ഒന്ന് ഫ്രീ ആണ്. Practice good habits in your life. You will never ever try to use any of the drug items, including cigarettes, alcohol, and any other that in your family. Nobody will fall into the traps of drugs because you know yourself that you are the best. You will never get into such vulnerabilities in your life. Drug is not your life. You have so many blessings in your life. ഒരു നേരത്തെ കൗതുകമോ